ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കയറാനൊരുങ്ങി കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ അന്നദാനം. ഒരു ദിവസം 20,000-ലധികം പേരാണ് സദ്യ കഴിക്കുന്നത്. ഉത്സവ സമയത്തെ 5 ദിവസങ്ങളായി നടക്കുന്ന അന്നദാന സദ്യയിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അഞ്ച് ദിവസങ്ങൾ 18 കൂട്ടം വിഭവങ്ങൾ, ഒരേ സമയം 1500 പേർ, 17 പന്തി. ഒരു ദിവസം ശരാശരി 25,000 പേർ. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് നടന്നു കയറാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ അന്നദാന സദ്യ. ഈ വർഷം പുതിയതായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണ് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം ട്രസ്റ്റ് പണികഴിപ്പിച്ചത്. 1500 പേർ ഒരേ സമയം ഭക്ഷണം കഴിക്കുന്ന ഒരു അന്നദാന മണ്ഡപമാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിഭവസമൃദ്ധമായ സദ്യയാണ് അന്നദാനത്തിന് ഒരുക്കിയിട്ടുള്ളത്. 18 കൂട്ടം കറികളും ബോളി ഉൾപ്പെടെയുള്ള പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത്. കരിക്കകത്തമ്മയുടെ പ്രസാദമായി ഉള്ള ഈ അന്നദാന സദ്യ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൻ്റെ സാധ്യതാ പട്ടികയിൽ വന്ന കാര്യവും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഈ അന്നദാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്തെന്നാൽ അവസാനം വരുന്ന ആളിന് വരെ ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ ഈ അന്നദാന സദ്യ അവസാനിക്കുകയുള്ളൂ. സാധാരണ അന്നദാനമല്ല ഇവിടെ നടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കല്യാണ സദ്യകളെ വെല്ലുന്ന വിഭവ സമൃദ്ധമായ സദ്യയാണ് ഇവിടുത്തെ അന്നദാനത്തിന് നൽകുന്നത്. രാവിലെ 11 മണിയോടെ ആരംഭിക്കുന്ന അന്നദാനം വൈകിട്ട് 3:30ഓടെയാണ് സമാപിക്കുന്നത്. വർഷത്തിന് മുകളിൽ ഒരു ഊണ് തുടങ്ങിയിട്ട് ആദ്യം ഒരു ദിവസമാണ് തുടക്കം. അത് കഴിഞ്ഞ് 2 ദിവസമായി, 3 ദിവസമായി, ഇപ്പോൾ 5 ദിവസം. അത് നല്ല ആൾക്കൂട്ടമാണ്. കൂടുതലും നാട്ടുകാർ തന്നെയായിരുന്നു വിളമ്പിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ദിവസങ്ങൾ കൂടി വന്നപ്പോൾ നാട്ടുകാരെ കൊണ്ട് മാത്രം താങ്ങാൻ പറ്റാതെ അങ്ങനെ ഇതിലിപ്പോൾ പകുതി നാട്ടുകാരാണ് വിളമ്പുന്നത്. മുൻപ് താൽക്കാലികമായി ഒരുക്കിയ പ്രത്യേക പന്തലിലായിരുന്നു സദ്യ. ഇത്തവണ പുതുതായി പണികഴിപ്പിച്ച അന്നദാന മണ്ഡപത്തിലാണ് സദ്യ നടക്കുന്നത്. ഇവിടെ ഒരേ സമയം 1500 പേർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ജനം, തിരുവനന്തപുരം.